ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Athil Anees ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് വീഡിയോസ് കാണുന്നവരായിരിക്കും. യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോം അടിക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ അപ്പം തന്നെ ക്ലോസ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലെയും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രണ്ട് രീതിയും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് രണ്ട് ടാസ്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരേ സമയത്ത് തന്നെ ഈ ഒരു വീഡിയോയും കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ലതും ചാറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നോട്ട് പാഡിൽ എന്തെങ്കിലും നോട്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം ഈ രണ്ട് ടാസ്കും ചെയ്യാൻ പറ്റുന്നതാണ്. സോ വിത്തൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്ചർ ഇൻ പിക്ചർ എന്ന ടെക്നിക്കാണ്. അതായത് ഇതുപോലെ എങ്ങനെ നമുക്കൊരു യൂട്യൂബ് വീഡിയോയിൽ നമ്മുടെ സ്ക്രീനിന്റെ ഒരു സൈഡിലോട്ട് കൊണ്ടുവെക്കാം എന്നുള്ളത്. ഇത് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ആവശ്യമായിട്ടുണ്ട്. അതായത് ഗൂഗിൾ ക്രോമോ അതുപോലെ തന്നെ ഒപ്പേറ ആമിനിയോ പോലുള്ള ബ്രൗസേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ ക്രോമിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ടോപ്പ് റൈറ്റിലുള്ള ഈ ഒരു 3 കുത്തിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു വെബ് പേജ് റീലോഡ് ആവുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ എടുക്കുക. ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആയി ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ ഹോം അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സ്ക്രീനിന്റെ ഒരു വശത്ത് ആ ഒരു വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോനെ നിങ്ങളുടെ സ്ക്രീനിന്റെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതിനോടൊപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതായത് നിങ്ങൾക്ക് പൗസ് ആക്കാനും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അടിക്കാനും ബാക്ക് അടിക്കാനുമുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണ്ട, ഓഡിയോ മാത്രം കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ സ്ക്രീനിൽ നിന്നും കളയാൻ സാധിക്കും. വീഡിയോ കളഞ്ഞാലും ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിലൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ മേലെയുള്ള നോട്ടിഫിക്കേഷൻ ബാർ ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും വീഡിയോനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വീഡിയോന്റെ ഓഡിയോ മാത്രമായിരിക്കും കേൾക്കുക. ഇതുപോലെ ഓഡിയോ മാത്രം നിങ്ങൾക്ക് കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ കയറി ഏതെങ്കിലും ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കി ഹോം അമർത്തേണ്ടതായി വരുന്നില്ല. ഗൂഗിൾ ക്രോമിൽ കയറി ഏതൊരു വീഡിയോ പ്ലേ ചെയ്താലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാറിൽ അത് ഉണ്ടാവുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ഓഡിയോ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോയുടെ ഓഡിയോ മാത്രമോ അതുപോലെ തന്നെ വീഡിയോയും കൂടി നിങ്ങളുടെ സ്ക്രീനിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടെക്നിക്ക്. അപ്പോൾ രണ്ടാമത്തെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ മെത്തേഡാണ്. അതായത് ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിന്റെ ഒരു വശത്ത് യൂട്യൂബ് വീഡിയോയും മറുവശത്ത് വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഇതിനായിട്ട് നമുക്ക് ബ്രൗസറിന്റെ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. സാധാരണ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. അതിനുശേഷം സാധാരണയായി ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന റീസെന്റ് ആപ്സിന്റെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈലുകളിൽ സ്ക്രീനിന്റെ പുറത്തായിരിക്കും, അതായത് മൊബൈലിന്റെ ഏറ്റവും അടിയിലായിട്ടായിരിക്കും വരിക. മറ്റു ചില മൊബൈലുകളിൽ സ്ക്രീനിന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും അടിയിലായിട്ട് ഈ ഒരു 3 ഓപ്ഷൻസും കാണുവാൻ സാധിക്കും. അപ്പോൾ റീസെന്റ് ആപ്സിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബിന്റെ ഐക്കൺ നിങ്ങൾക്ക് മേലെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വീഡിയോയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്ത ടെക്നിക്കും ഈ ഒരു ടെക്നിക്കും കൂടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ മാത്രമല്ല യൂട്യൂബ് ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഒരേ സമയത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ സ്ക്രീനിന്റെ ഒരു വശത്ത് യൂട്യൂബ് വീഡിയോ മാത്രമാണ് കണ്ടതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരേ സമയത്ത് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ എടുക്കാനോ അതുപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടുപിടിച്ച് പ്ലേ ചെയ്യാനോ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്ലിറ്റിങ്ങിന്റെ റേഷ്യോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റുന്നതാണ്. ജസ്റ്റ് ആ ഒരു ബോർഡറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലോട്ടോ മേലോട്ടോ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ടെക്നിക്ക് എന്നത് വളരെയധികം ഉപകാരമുള്ള ഒരു ടെക്നിക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനും ഇതുപോലെ ഒരേ സമയത്ത് രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കില്ല. ഒരു ഉദാഹരണത്തിന് തന്നെ നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. അതുപോലുള്ള വളരെ ചുരുക്കം ആപ്ലിക്കേഷനുകളിൽ മാത്രം ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ പോലും പൊതുവായി ഉപയോഗിച്ച് വരുന്ന ഭൂരിഭാഗം ആപ്ലിക്കേഷനുകളിലും ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ
കാണുവാൻ സാധിക്കുന്നതാണ്. ഒരേ സമയത്ത് തന്നെ 2 ആപ്ലിക്കേഷനും ഉപയോഗിച്ച് നിങ്ങൾക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിനെ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കി എടുക്കാനും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക മുഖേന നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ ഈ 2 രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഏത് യൂട്യൂബ് വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ടത് ആ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ്. 2 രീതിയും വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 രീതികളുമാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 രീതികളും ആൻഡ്രോയിഡ് വേർഷൻ 7.0 മേലെയുള്ള മൊബൈലുകളിലായിരിക്കും ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും ആൻഡ്രോയിഡ് വേർഷൻ 7 മേലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 2 ടെക്നിക്കും നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനലിൽ തന്നെ ടെക് എന്ന പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് പരമായിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. സോ ഈ ഒരു ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിൽ അനീസ്. ബൈ.